ഹൈക്കോടതി ഇടപെട്ടും തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ് കുഴികൾ അടയ്ക്കുന്ന കാര്യത്തിൽ വലിയ അനാസ്ഥ ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ഭാഗത്തുനിന്ന് തുടരുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ടോൾ പിരിവിനെതിരെ ഹാജരാകാത്തതിൽ ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണം ഉയർന്നു വരികയാണ്. പാലേക്കര ടോൾ പ്ലാസിലെ ഹർജിക്കാരൻ ഷാജി കോടങ്കട്ടത്താണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത്. ടോൾ കമ്പനിയെ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നത് ജനങ്ങളുടെ വഞ്ചനയാണ് എന്നും ഷാജി ആരോപിക്കുന്നു. ആ പ്രതികരണം: 80% പോലും വർക്ക് പണി പൂർത്തീകരിക്കാതെ, ഈവൻ കുതിര തുരങ്കത്തിന്റെ പണി പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കൊടുത്തൊരു ഹർജിയുണ്ട്. ആ ഹർജി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ റൂട്ടിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് പന്നിയങ്കരയിലെ ലോക്കൽ ആളുകൾക്ക് കൊടുത്ത ഫ്രീ പാസ് നിർത്തലാക്കാൻ പോയപ്പോൾ ആ കേസിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ലോക്കൽ സ്കൂളിലത്തെ ഡ്രൈവർമാർക്ക് പോലും വണ്ടികൾക്ക് പോലും പാസ് വേണം, പൈസ വേണം എന്ന് അവർ നിഷ്കർഷിച്ചപ്പോൾ ശക്തമായി ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ദേശീയപാതയുടെ പണികളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരും ദേശീയപാത അതോറിറ്റിയും സർക്കാരും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ഈ സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ വയ്ക്കാതെ ആ കേസിൽ തർക്കിക്കാതെ ഇരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് OJ ജനീഷ് ഒരു ഹർജിക്കാരനാണ്. അദ്ദേഹത്തിനൊപ്പം ശ്രീ MK ഹരിദാസ്, കൊച്ചി മേഖല പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ആകെ പൊതുപ്രശ്നങ്ങൾ ഇടപെടുന്ന ആളാണ്, പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധിയാണ്. ആദ്യം ശ്രീ OJ ജനീഷ്, ഈ സംസ്ഥാന സർക്കാർ ഹാജരായില്ല, അത് കേൾക്കുമ്പോൾ ഒരു വലിയ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീം കോടതിയിലെ ടോൾ പിരിവിന് എതിരായ വാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളത്തരമുണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ടോൾ കമ്പനിയുമായി ഒത്തുകളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ജില്ലാ കളക്ടർ അവിടെ കൃത്യമായ പഠനം നടത്തി അവിടെയുള്ള ടോൾ പിരിവ് നിർത്തലാക്കണമെന്ന് ആദ്യം ഉത്തരവ് കൊടുത്തു. അതിനുശേഷം ദേശീയപാത അതോറിറ്റി ആ വിഷയം പരിഹരിക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പിൻവലിച്ചു. വീണ്ടും അത് തയ്യാറാകാതെ വന്നപ്പോൾ വീണ്ടും കളക്ടർ അത് നിർത്തിവെക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തതാണ്. ആ ഉത്തരവ് ഒരു ദിവസം കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പിൻവലിപ്പിച്ചു. ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ്, ഉത്തരവ് പിൻവലിച്ചതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പൊ അന്ന് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിൽ ഉത്തരവിടാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആ അധികാരം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരുണ്ടായിരുന്നു. ആ ഉത്തരവ് പിൻവലിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും കളക്ടറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണ്. അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നു, യാത്രയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തി കോടതി ചീഫ് സെക്രട്ടറിയോട് ഒരു യോഗം ചേരാൻ നിർദ്ദേശിക്കുകയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ എത്ര സമയം വേണമെന്നുള്ളതാണ് ചോദിച്ചത്. 4 ആഴ്ച എന്നുള്ളതാണ് NHAയുടെ അധികൃതർ നൽകിയ മറുപടി. ആ 4 ആഴ്ച കാലത്തേക്കാണ് ടോൾ നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 4 ആഴ്ച കാലഘട്ടത്തിനിടയിൽ 2 ആഴ്ച ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴും അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ജനങ്ങൾ വലിയ രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പൊതു താല്പര്യ ഹർജി നൽകിയ ആളുകൾ തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടത് എന്നുള്ള സംസ്ഥാന ഗവൺമെന്റ് നിലപാട് അത് ശരിയായ നിലപാടല്ല, അത് തെറ്റ് തന്നെയാണെന്ന് മാത്രമല്ല അത് ഈ ടോൾ കമ്പനിയുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തുക എന്നുള്ളത് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആ ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ 4 ആഴ്ച കാലഘട്ടത്തിനിടയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തണം, അതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റും ഇപ്പോൾ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് NHA മുഖാന്തരം കേന്ദ്ര ഗവൺമെന്റും ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇടതു മുന്നണിയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ MP ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുന്നില്ല. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക്, എത്രയോ ആളുകളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയം ആ റോഡിൽ പൊലിഞ്ഞു പോവുകയാണ്. അവിടെ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സമയകാര്യത്തിൽ എത്രത്തോളം വലിയ ബുദ്ധിമുട്ട് ഈ റോഡിലൂടെ ഒരിക്കൽ മാത്രം ജീവിതത്തിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായി അനുഭവപ്പെട്ടു എന്ന് ഓപ്പൺ കോടതിയിൽ പറഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടണം. പക്ഷേ ഇത് വലിയ ഗൗരവതരമായ ഒരു വിഷയമാണല്ലോ. ഹൈക്കോടതി ഇടപെടുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത്, അല്ലെങ്കിൽ ഉചിതമായ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്ന ചോദ്യമാണുള്ളത്. പുറകിലെ കാരണം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് അടക്കമുള്ള കമ്പനികളുടെ പുറകിലുള്ള സാമ്പത്തിക താല്പര്യത്തിന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം വഴിവിട്ട് നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് മാത്രമല്ല, അവിടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ അതൊന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ കമ്പനി പുറകിലേക്ക് പോയി. ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് കമ്പനി പുറകിലേക്ക് പോയി. അവിടെ അപ്രോച്ച് റോഡുകളൊക്കെ മെച്ചപ്പെടുത്തി എടുക്കണമെന്നുള്ളതാണ് ഈ 4 ആഴ്ച കാലഘട്ടത്തിനുള്ളിൽ ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഓർഡർ.
പക്ഷേ ആ ഓർഡർ വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ ആ വഴിയിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോ സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കമ്പനി ഈ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിലപാടുകളെയും അല്ലെങ്കിൽ അവരുടെ വിധിന്യായങ്ങളെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ ശ്രീ എം കെ ഹരിദാസ്, ഇതിപ്പോൾ ദേശീയപാത അതോറിറ്റിയും ഈ വർക്ക് നടത്തേണ്ടിയിരുന്ന കമ്പനിയും അവർ മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നു. കോടതി വിധികളെ അവർ മുഖവിലക്കെടുക്കുന്നില്ല, കോടതികളുടെ ഇടപെടലുകളെ മുഖവിലക്കെടുക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ റോഡിൻ്റെ ശോച്യാവസ്ഥ അത് തുടരുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഈ കമ്പനികളെ സഹായിക്കുന്ന തരത്തിലാണ് ഇടപെടൽ എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. അത് ശരിയാണോ? ഈ സംഭവം ശരിയാണെന്നുള്ളതിന്റെ ഒരു വിക്ടിമാണ് ഞാൻ. 2021 വരയ്ക്ക് അവരുടെ ടോൾ പിരിച്ചിട്ടുള്ളത് 1728 കോടി രൂപയായിരുന്നു. 724 കോടി രൂപ ചെലവായ ഒരു റോഡ് നിർമ്മാണത്തിന് 1728 കോടി പിരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടിയുടെ വീണ്ടും 50% കൂടി 150% കൂടുതൽ പിരിച്ചിട്ടും ഇത് ഈ ടോൾ പിരിവ് തുടരുന്നതിനെതിരെ ഞങ്ങൾ 4-5 പേര്, അതൊക്കെ ഒറ്റയ്ക്കുള്ള ഹർജികളാണ്, കേരള ഹൈക്കോടതിയിൽ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയില് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, കാലങ്ങളായിട്ട് ഇത്തരം പൊതുതാൽപര്യ ഹർജി കൊടുത്തിട്ട് ആളാവാൻ ശ്രമിക്കുന്ന പൊതുജനത്തിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഈ ഹൈക്കോടതിയോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ, ഈ ഹർജികളെല്ലാം തള്ളണമെന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കേരള ക്ഷമിക്കണം, ഇവിടുത്തെ PWD ഡിപ്പാർട്ട്മെന്റിനോട് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനോട് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് എത്ര ചർച്ചകൾ നടത്തിയിട്ടുണ്ട്? ഇതുമാതിരിയുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ടോൾ പിരിക്കുക? 3 മിനിറ്റിൽ കൂടുതൽ ഒരു യാത്രക്കാരനെ ടോളിൽ കാത്തു നിർത്തരുത് എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് 3 മണിക്കൂറൊക്കെ കാത്തു നിർത്തുമ്പോൾ എങ്ങനെയാണ് ഈ ടോൾ പിരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഹൈക്കോടതിയിൽ ഞങ്ങൾ 4-5 പേര് ആ ഹർജി ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇതിപ്പോ അടിയന്തരമായിട്ട് ഇപ്പൊ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ള ഹർജിയിലാണ് ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത്. അപ്പൊ 2021 ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ കൊടുത്ത ആ ഹർജി കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ 150% ഇരട്ടി പൈസ പിരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ടോൾ നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്താത്തത് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ ടോൾ പിരിക്കുന്ന കമ്പനി കൃത്യമായിട്ടുള്ള ഒരു ശതമാനം പൈസ ഇവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ ഭരണകക്ഷിയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ ഈ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് കൃത്യമായിട്ടുള്ളൊരു തുക എത്തേണ്ടിടത്ത് എത്തിക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഇന്നലെ കുറ്റിപ്പുറത്ത് നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി വന്നപ്പോ 1.25 മണിക്കൂർ കൊണ്ട് അവർ ഈ ടോളിന്റെ അവിടേക്ക് എത്തി, പാലിയേക്കര ടോളിന്റെ അവിടേക്ക് എത്തി. അവിടുന്ന് എയർപോർട്ടിലേക്ക് എത്താൻ 6.5 മണിക്കൂർ സമയമെടുത്തു. അവർക്ക് യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റ് മിസ്സായി, അവർ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. അപ്പോ കേവലം 67 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്നത് 13 മണിക്കൂർ സമയമെടുക്കുന്നില്ലേ? ശരിക്കും അവിടെ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങോട്ടല്ലേ പൈസ കൊടുക്കേണ്ടത് എന്ന് ആജ്ഞാപിക്കേണ്ട കോടതി കൈകൂപ്പിക്കൊണ്ട് പല പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ പാലിയേക്കര ടോൾ വിഷയത്തിൽ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ അതെന്താ, ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ജഡ്ജിയും അവിടുത്തെ വിക്ടിമാണ്. അവിടെ മണിക്കൂറുകളോളം കാത്തു കിടക്കേണ്ട അവസ്ഥയും കാത്തു കിടക്കുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയതിന്റെ പേരിൽ പറഞ്ഞിട്ട് അവിടെ അടിയന്തരമായ നടപടികൾ എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഈ ഒരാഴ്ചക്കുള്ളിൽ അവിടെ കുഴികൾ മൂടണം, സർവീസ് റോഡുകൾ പൂർണ്ണമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടുള്ള പൈസ ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പരാതിക്കാർ, ഇപ്പോൾ താങ്കളടക്കം നിരവധി ഹർജിക്കാർ. ഇപ്പോൾ അഡ്വക്കേറ്റ് OJ ജിനീഷ് ഇപ്പോൾ തൃശ്ശൂരിലെ ഈ പാലിയേക്കരയിലെ ആ ടോളുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള ഒട്ടേറെ പൊതുപ്രവർത്തകരുണ്ട്. അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പണം ലഭിക്കുന്നുണ്ട്, ഒരു വിഹിതം പറ്റുന്നുണ്ട്, ആ വിഹിതത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരട്ടിയിലധികം തുക പിരിച്ചെടുക്കുന്നത് എന്നതിന് എന്തെങ്കിലും തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ലൈവായി നിൽക്കുന്നൊരു പ്രശ്നമല്ലേ? അങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എത്താതെ പോകുന്നത്?
ഗൂഗിൾ പേ ആയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ ആയിട്ട് പോലും കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നുള്ളത് സത്യമായിരിക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ സുതാര്യത ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് ചില്ലറ പൈസയല്ല, കോടികളാണ് ഒരു വർഷത്തിൽ ഇതിന്റെ കരാറുമായിട്ട് ബന്ധപ്പെട്ട് കരാറുകാരുമായിട്ട് എഗ്രിമെന്റിൽ ആവുന്നത്. അതുകൊണ്ട് ഇത് കൊടുക്കുന്നതോ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതോ ഇത് ആരുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് എന്നുള്ളതോ ഇത് ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് കോടതിയിൽ ഒരാൾക്കും ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർക്ക് തെളിവായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വരുത്തി തീർക്കാനുള്ള കാരണം ഈ കണ്ട കാലത്തിനിടയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് ഒരു ചർച്ചയെങ്കിലും നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പാലിയേക്കര ടോൾ പിരിവ് അനധികൃതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മണിക്കൂറുകളോളം ആളുകൾക്ക് കാത്തു കെട്ടിക്കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ അതിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തവരെ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അവിടെ കാത്തു കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള നിലയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്താനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ വേണ്ട. നമ്മുടെ കേന്ദ്രത്തിന്റെ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. വിവരാവകാശ നിയമപ്രകാരം എത്ര ചർച്ചകൾ നടത്തി, ആ ചർച്ച നടത്തിയതിന്റെ റിപ്പോർട്ടിന്റെ കോപ്പികൾ ചോദിച്ചപ്പോൾ നിലവിൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കോപ്പി ലഭ്യമല്ല എന്നാണ് എനിക്ക് മറുപടി കിട്ടിയിരിക്കുന്നത്. ആ മറുപടിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നില്ല ഇതിന്റെ സത്യം. സഞ്ചാരയോഗ്യമായ റോഡുകളിലാണ് ടോൾ പിരിക്കേണ്ടത്. 100% സഞ്ചാരയോഗ്യമായ റോഡുകളിൽ മാത്രമേ ടോൾ പിരിക്കാൻ പാടുള്ളൂ. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമമാണ്. 40% സർവീസ് റോഡുകളുടെ വർക്കും അവിടെ ഇലക്ട്രിഫിക്കേഷനും അവിടുത്തെ സിഗ്നലിംഗ് സംവിധാനവും ബാക്കി നിൽക്കെ ഇവിടെ 725 കോടി രൂപ ചെലവാക്കിയതിന്റെ പേരിൽ 1728 കോടി രൂപ ഈ സംസ്ഥാനത്ത് ടോൾ പിരിക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്? അതിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ദീർഘകാലം ടോൾ പിരിക്കാൻ കഴിയുക? അങ്ങനെ ടോൾ പിരിക്കുന്നത് അനധികൃതമാണ്, ചിലവായ പണത്തേക്കാൾ ഇരട്ടിയിലധികമായി. എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ഇപ്പോൾ ദേശീയപാത അതോറിറ്റി NHAI അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു ചെറുവിരൽ പോലും സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ പോകുന്നത്? പ്രതിപക്ഷ നിലയിലിരിക്കുമ്പോൾ AYF-ഉം ASF-ഉം ഒക്കെ നടത്തി വലിയ രക്തരൂക്ഷിതമായ സമരങ്ങൾ കണ്ട സ്ഥലമാണ്. അങ്ങനെയുള്ളിടത്ത് എന്തുകൊണ്ടാണ് ഈ കേസിൽ പോലും ഗൗരവതരമായ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശ്രീ ജനീഷ്, ഏത് തരത്തിൽ ഈ കേസിനി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ ഒരു സാവകാശം എന്ന നിലയിൽ തന്നെ ടോൾ പിരിവ് വേണ്ട, യാത്രക്കാർക്കൊരു സാവകാശം അനുവദിക്കാം, അതേസമയം തന്നെ കമ്പനിക്കും ഈ പണികൾ പൂർത്തീകരിക്കുന്ന ഒരു സാവകാശം അനുവദിക്കുന്ന ഒരു സ്വരമായിരുന്നല്ലോ ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ്? സ്വാഭാവികമായും കോടതി ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയിലെ വാദങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കോടതിയുടെ സമീപനം, കോടതി ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവിടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കോടതി ഉൾക്കൊണ്ടു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾക്കൊപ്പമുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാകുന്നില്ല എന്നുള്ള പ്രയാസമാണ് ഉള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ടിക്കാർ ഭരിക്കുന്ന സംവിധാനമായാലും അവരെല്ലാം പാലിയേക്കരയിൽ തുടക്ക കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ്, ടോൾ പാതയ്ക്കെതിരെ സമരം ചെയ്ത ആളുകളാണ്. പക്ഷേ ഇന്ന് സമരത്തിലില്ല എന്ന് മാത്രമല്ല, ജനം സമരം ചെയ്യുമ്പോൾ ജനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അവിടെ ഈ കരാറിൽ പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്നത് വരെയെങ്കിലും ഈ ടോൾ പിരിവിൽ നിന്ന് കമ്പനികളെ പിന്മാറ്റി നിർത്തണമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത്. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 4 ആഴ്ചക്കാലത്തേക്കാണ് ഈ ടോൾ പിരിവ് നിർത്തലാക്കിയിട്ടുള്ളത്. ആ 4 ആഴ്ചയിൽ 2 ആഴ്ച പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അടുത്ത 2 ആഴ്ചക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ ഈ കമ്പനിയും NHAI അധികൃതരും തയ്യാറാകുന്നില്ല എങ്കിൽ എന്നേക്കുമായി ടോൾ നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിയമ സംവിധാനങ്ങൾ കടന്നു വന്നാൽ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. NHAIയും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് തമ്മിലുള്ള കോൺട്രാക്ച്വൽ അഗ്രിമെന്റിന് അതിന് ഈ നാട്ടിലെ ജനം പ്രയാസപ്പെടണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നീതീകരിക്കാവുന്ന കാര്യമല്ല. ജനവികാരത്തിനൊപ്പം തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കൊപ്പം തന്നെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ കോടതികൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ തിരുനാവായ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നാണ് ഡൽഹിയിലെ തിരുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാവി എന്താണ് എന്ന കാര്യത്തിലൊക്കെ ഇനിയും തീർപ്പുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ദേശീയപാതയിൽ ഇങ്ങനെ കൊള്ള നടക്കുന്നു, ആരും ചോദിക്കാനില്ല. 1-2 പൊതുപ്രവർത്തകർ ഹർജി നൽകുന്നു, അല്ലെങ്കിൽ 2, 3, 4 പൊതുപ്രവർത്തകർ ഹർജി നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഗൗരവം ഒന്നും ഉണ്ടാകാതെ പോകുമ്പോൾ കോടതിയാണ് അവസാന ആശ്രയമായി മാറുന്നത്.
കോടതിയുടെ ഭാഗത്ത് വരുന്ന കമൻറ്റുകൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു തീർപ്പുണ്ടാക്കും എന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. നന്ദി ശ്രീ എം കെ ഹരിദാസ്. ഒപ്പം ശ്രീ ജനീഷ്, ഹർജിക്കാരൻ പ്രതികരിച്ചതിന്.